Welcome back to the third session of Unit 3 Child Rights and Protection. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ആയിരുന്നു. ഏത് വർഷം അത് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നേ? 2015 ഇനി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോക്സോ ആക്ട് ആണ്. ചെറിയ രീതിക്കെങ്കിലും നമുക്ക് പോക്സോ എന്ന് കേട്ട എന്താണുള്ളത് അറിയാലോ. ഇനി അത് വെച്ചിട്ട് ഒന്ന് ഫോർമൽ ആയിട്ട് ഈ ആൻസർ നമ്മൾ എഴുതാൻ പറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നോക്കിക്കേ, എന്താ പോക്സോ എന്ന് പറഞ്ഞ മീനിങ് എന്താ അതിന്റെ ഫുൾ ഫോം? ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. അതാണ് നമ്മുടെ പോക്സോ എന്നുള്ളതിന്റെ ഫുൾ ഫോം ആയിട്ട് പറയുന്നത്. ഇത് നിലവിൽ വന്ന വർഷം എത്രയാണ്? 2012. ഇനി ഇത് എന്തിനാ നിലവിൽ വന്നിട്ടുള്ളത്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് നിലവിൽ വന്ന ആക്ട് ആണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ ജനറൽ ന്യൂട്രൽ ആണ്. ആർക്ക് വേണേലായിക്കോട്ടെ അവരുടെ സെക്ഷൽ ഒഫൻസസിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആക്ട് ആണ് പോക്സോ ആക്ട്. ഇനി ഇത് എന്തിന്റെ ബേസിസിലാണ് വന്നിട്ടുള്ളത് നോക്കിക്കേ. Article 21 of the Indian Constitution and India's commitment to the UN Convention on the Rights of Child ensure the protection of children. അപ്പൊ ആർട്ടിക്കിൾ 21 പ്രകാരവും നമ്മുടെ UN കൺവെൻഷനിൽ ഇന്ത്യയുടെ ഒരു കമ്മിറ്റ്മെന്റ് വെച്ചിട്ടൊക്കെയാണ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നൊരു കൺസെപ്റ്റ് വന്നത്. സോ പ്രയർ ടു പോക്സോ, the Goa Children's Act 2003 was the only specific legislation addressing child abuse in India. അപ്പൊ എന്താ പറയുന്നത്? നമ്മുടെ പോക്സോ വരുന്നതിന്റെ മുന്നേ ആകെ ഗോവയ്ക്ക് മാത്രമാണ് ഒരു ചിൽഡ്രൻസ് ആക്ട് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോവയ്ക്ക് മാത്രമാണ് അങ്ങനെ ഒരു ആക്ട് ഉണ്ടായിരുന്നത്. ചിൽഡ്രൻസ് ആക്ട് 2003 ആയിരുന്നു അത്. അതിനുശേഷമാണ് 2012 പോക്സോ ഓൾ ഇന്ത്യ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പോക്സോന്റെ സാലിയൻ ഫീച്ചേഴ്സ് എന്താ എന്നുള്ളത് നോക്കി നോക്കാം. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാ, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. പോക്സോ ആക്ട് പ്രകാരം ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? എനി പേഴ്സൺ ബിലോ 18 years old എന്നാണ് പറയുന്നത്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടിയും ഈ പോക്സോ പ്രകാരം ചൈൽഡ് ആണ്. ഓക്കെ, 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് മാത്രമാണോ പോക്സോ? അല്ല, അത് ജെൻഡർ ന്യൂട്രൽ ആണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ബാധകമാണ്. അല്ലെങ്കിൽ ഏത് നമ്മളിപ്പോ ജെൻഡർ എന്ന് പറയുമ്പോൾ ഗേൾസ് ആൻഡ് ബോയ്സ് മാത്രമല്ലല്ലോ. സോ 18 yearsന് താഴെയുള്ള ഏതൊരാൾക്കും ബാധകമായിട്ടുള്ള കാര്യമാണ് പോക്സോ എന്ന് പറയുന്നത്. ഡിഫൈൻസ് ബോത്ത് പെനട്രേറ്റീവ് ആൻഡ് നോൺ പെനട്രേറ്റീവ് ഒഫൻസസ്. എന്താണ് പെനിട്രേറ്റീവ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ നോൺ പെനിട്രേറ്റീവ് ആയിട്ടുള്ള ഒഫൻസസിനെയും ഇത് ഡീൽ ചെയ്യുന്നുണ്ട്. അതായത് ലൈംഗിക അതിക്രമം മാത്രല്ല, അത് ഇപ്പൊ നമ്മള് ലൈംഗിക ചോയുള്ള നോട്ടം അല്ലെങ്കിൽ ഇങ്ങനെ ശല്യം ചെയ്യുക, അതെല്ലാം എന്ത് തന്നെയാണ്? പോക്സോ ഡീൽ ചെയ്യുന്ന കേസസ് ആണ്. Then general neutral for both children and accused. എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ചിൽഡ്രൻ ആണെങ്കിലും അതെ അക്യൂസ്ഡ് ആണെങ്കിലും അതെ ജനറൽ ന്യൂട്രൽ ആണ്. അതായത് എന്താ ഉദ്ദേശിച്ച്, നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് ഇപ്പോ പറയാ, ഈ അതിക്രമത്തിന് ഇരയായ കുട്ടി എന്ന് പറയുന്നത് ആൺകുട്ടി ആണെങ്കിലും പെൺകുട്ടി ആണെങ്കിലും ഇത് ബാധകമാണ്. അതേപോലെ തന്നെ കുറ്റം ചെയ്തത് ആൺകുട്ടികൾ മാത്രമല്ലല്ലോ, ഇന്ന് പെൺകുട്ടികളും അങ്ങനത്തെ കുറ്റങ്ങൾ ചെയ്യുന്നുണ്ട്. സോ അവിടെയും എന്താണ്? ജെൻഡർ ന്യൂട്രൽ ആണ്. റിപ്പോർട്ടിംഗ് സെക്ഷൽ ഒഫൻസ് ഈസ് മാൻഡേറ്ററി. സോ അക്കോർഡിംഗ് ടു പോക്സോ ഇങ്ങനെയുള്ള ലൈംഗിക അതിക്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് മാൻഡേറ്ററി ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്നാണ്. എല്ലാ സ്കൂൾസിലും കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇത് മാൻഡേറ്ററി ആണ്. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൽ ഒഫൻസ് ആരോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ റിപ്പോർട്ട് ചെയ്യണം. സ്പെഷ്യൽ പോക്സോ കോഡ് ഫോർ സ്പീഡി ട്രയൽ. കുട്ടികളായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ പോക്സോ കോർട്ടുകളുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ അതിൽ വിധി വരാനും, നമുക്കറിയാം എന്നൊക്കെ ഒരു കേസ് വിധി വരണമെങ്കിൽ എത്ര കാലം എടുക്കുന്നുള്ളത് അല്ലെ. പക്ഷെ ഇങ്ങനെയുള്ള കേസസ് പെട്ടെന്ന് ട്രയൽസ് നടത്താൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ പോക്സോ കോർട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ
പ്രൊവിഷൻ ഫോർ ഫോൾസ് കംപ്ലൈന്റ് അതും നമുക്കറിയാവുന്ന കേസാ. ഇപ്പോ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ഫോൾസ് കംപ്ലൈന്റ്സ് ഒക്കെ കണ്ടിട്ട് നമുക്കിപ്പോ റീസെന്റ് ആയിട്ട് അറിയാവുന്നതാണ്. സോ അത്തരത്തില് കോർട്ടിലേക്ക് എത്തുന്ന ഒരു കേസ് കറക്റ്റ് ആണോ അല്ലെങ്കിൽ അതൊരു ഫോൾസ് കംപ്ലൈന്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് ഫോൾസ് കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുക്കാനുള്ള റൂൾസും നമ്മുടെ പോക്സോയിലുണ്ട്. ദെൻ ചൈൽഡ് ഫ്രണ്ട്ലി പ്രൊസീജിയേഴ്സ് ആണ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇങ്ങനെ 18 വയസ്സിന് താഴെ പോക്സോയിൽ പെടുന്ന കേസസിലാണെങ്കിൽ കുട്ടിയുടെ മുഖം ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല, പേര് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല, ഐഡന്റിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോ നേര് ഫിലിമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം എത്ര ചൈൽഡ് ഫ്രണ്ട്ലി പ്രൊസീജിയേഴ്സ് ആണ് എന്നുള്ളത്. പീനൽ പ്രൊവിഷൻ ഫോർ ഡിസ്ക്ലോസർ ഓഫ് ഐഡന്റിറ്റി ഓഫ് വിക്ടിം. അങ്ങനെ പോക്സോയിൽ പെടുന്ന ഒരു കുട്ടിയുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാണ്, പുറത്തു വിടുകയാണെങ്കിൽ അത് ശിക്ഷാർഹമാണ് എന്നാണ് പറയുന്നത്. സെക്ഷൻ 39 പ്രകാരം എന്താ പറയുന്നത്? മേക്ക് ഷുവർ ദാറ്റ് മെന്റൽ ഹെൽത്ത് ഓഫ് വിക്ടിം ഇസ് സ്റ്റേബിൾ ആൻഡ് ഓഫേഴ്സ് റിഹാബിലിറ്റേഷൻ. സെക്ഷൻ 39 പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇര എന്ന് പറയുന്നത് മെന്റലി സ്റ്റേബിൾ ആണെന്നൊക്കെ ഉറപ്പുവരുത്താനുള്ള അധികാരമുണ്ട്. ദെൻ സെക്ഷൻ 40 എന്താ പറയുന്നത്? ഫാമിലി ഓർ ഗാർഡിയൻ ക്യാൻ ടേക്ക് ദ ലീഗൽ അസിസ്റ്റൻസ്. അപ്പൊ ആ കുട്ടി ചെറിയ കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയണ്ടാവില്ല. സോ അത്തരത്തിൽ നോക്കുമ്പോൾ ആ കുട്ടിയുടെ ഗാർഡിയൻസിനോ ഫാമിലിക്കോ അത് ലീഗൽ അസിസ്റ്റൻസ് നേടാനുള്ള അവകാശമുണ്ട്. ദെൻ സെക്ഷൻ 45 എന്താ പറയുന്നത്? ദ പവർ ടു മേക്ക് ആൻഡ് ആൾട്ടർ ദ റൂൾസ് ലൈ വിത്ത് സെൻട്രൽ ഗവൺമെന്റ്. പോക്സോ ആക്ടത്തെ എന്തെങ്കിലും ഒരു റൂളോ ലോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആഡ് ചെയ്യാനൊക്കെ ആർക്കേ മാത്രമേ അധികാരമുള്ളൂ? സെൻട്രൽ ഗവൺമെന്റിന് മാത്രമാണ് അധികാരം. അതിനർത്ഥം അത് അത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോ ആണ് പോക്സോ. ജാമ്യമില്ലാത്ത വകുപ്പ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ കൊണ്ടുവന്നതും ഈ പോക്സോന്റെ അണ്ടറിലായിരുന്നു. 1098 ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ്. സോ ഇതൊക്കെയാണ് ഇതിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇതിന്റെ ജനറൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും? റൈറ്റ് ടു ലൈഫ് ആൻഡ് സർവൈവൽ, റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ഡിസ്ക്രിമിനേഷൻ, ഓക്കെ, റൈറ്റ് ടു സ്പെഷ്യൽ പ്രിവെന്റീവ് മെഷേഴ്സ്, റൈറ്റ് ടു പ്രൈവസി, റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു കോമ്പൻസേഷൻ. ഞാൻ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഓൾറെഡി അറിയുന്നതല്ലേ. നമുക്ക് ഒരാൾക്ക് ജീവിക്കാനും അതേപോലെ തന്നെ നിലനിൽക്കാനുള്ള അവകാശമുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ, തരംതിരിവ്, പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള തരംതിരിവ് എന്നൊക്കെ പ്രൊട്ടക്റ്റഡ് ആവാനുള്ള അവകാശമുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്പെഷ്യൽ പ്രിവെന്റീവ് മെഷേഴ്സ്, പ്രൈവസി, സേഫ്റ്റി, കോമ്പൻസേഷൻ, ഇതിനെല്ലാത്തിനുള്ള അവകാശം ഒരാൾക്കുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട്, ഈ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് പോക്സോ വന്നിട്ടുള്ളത്. 10 മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. പോക്സോ ഇൻട്രൊഡക്ഷൻ എന്താ കൊടുക്കാൻ പറ്റുക? നമ്മുടെ ചെറിയ കുട്ടികളിൽ ഇങ്ങനത്തെ സെക്ഷൽ ഒഫൻസസ് കൂടി വരികയാണെന്നുകൊണ്ട് ഇൻട്രൊഡക്ഷൻ കഥ എഴുതിക്കൂടെ? പിന്നെ ആ ഒരു ഹിസ്റ്ററി നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സാലിയന്റ് ഫീച്ചേഴ്സ് തൊട്ട് ഓരോ പോയിന്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓരോന്നും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കഥ എഴുതാവുന്ന പോയിന്റ്സ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ പോക്സോ എന്ന് പറയുന്നത് ഏകദേശം 10 മാർക്കിന് ഇത് വെച്ചിട്ട് നമുക്ക് എഴുതാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചൈൽഡ് മാരേജ് ആക്ടുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം കേട്ടോ. ബൈ ബൈ.